വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സിലബസിലെ ആദ്യത്തെ കാര്യം തന്നെയാണ് ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ എന്നുള്ള ഭാഗത്ത് എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം. അതായത് ഈ ടൈപ്പ് റൈറ്റർ ഇപ്പോൾ കാണുന്ന നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചിട്ടുണ്ടാവും നിങ്ങളിൽ പലരും. അപ്പം അത് ആ ഒരു രൂപത്തിലല്ല ആദ്യം ഉണ്ടായിരുന്നത്. അത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അങ്ങനെ ഓരോരോ പാർട്ടുകളായിട്ട് കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പൊ കാണുന്ന രീതിയിൽ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ വർഷത്തിലും അതിന് ഉണ്ടായിട്ടുള്ള ഈ ടൈപ്പ് റൈറ്ററിന് ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഓരോരുത്തർ കണ്ടുപിടിച്ചിട്ടുള്ള അവരെ പേരും വർഷവുമാണ് മെയിൻ ആയിട്ട് പഠിക്കാറുള്ളത്. ഇതിൽ ചോദിക്കാറുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് വർഷം, അതുപോലെ തന്നെ ആ ഡെവലപ്മെന്റ്, പിന്നെ അതിൻ്റെ ആ കണ്ടുപിടിച്ച ആളുടെ പേര്, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടൈപ്പ് റൈറ്റർ ആരാണ് കണ്ടുപിടിച്ചത് എന്നുള്ള ചോദ്യത്തിന് എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരമാണ് ഹെൻറി മിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെൻറി മില്ല് ഇംഗ്ലീഷ് ഇൻവെൻറ്റർ ആണ്. അദ്ദേഹം 1714 പേറ്റന്റ് ലഭിച്ചിട്ടുള്ളത്. അതായത് ആദ്യത്തെ ടൈപ്പ് റൈറ്ററിന് പേറ്റന്റ് ലഭിച്ചത് 1714. അതിനുശേഷം ക്രിസ്റ്റഫർ ലാതം ഷോൾസും സാമുവൽ ഡബ്ല്യു സോളും കാർലോസ് എസ് ഗ്ലിഡൻ തുടങ്ങിയവർക്ക് പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ടൈപ്പ് റൈറ്ററിന് പേറ്റന്റ് ലഭിച്ചിട്ടുള്ളത് 1714. PSCന്റെ ആൻസർ പ്രകാരം ആരാണ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി മില്ലാണ്. അതുപോലെ തന്നെ വർഷം 1714. അതിനുശേഷം നമുക്ക് നോക്കാം റെമിംഗ്ടൺ ആൻഡ് സൺസ്. ദ ഫസ്റ്റ് ടൈപ്പ് റൈറ്റർ വെർ പ്ലേസ്ഡ് ഓൺ ദ മാർക്കറ്റ് ഇൻ 1874 ആൻഡ് ദ മെഷീൻ വാസ് സൂൺ റീനെയിംഡ് ദ റെമിംഗ്ടൺ. അതായത് റെമിംഗ്ടൺ ആൻഡ് സൺസ് ആണ് ആദ്യമായിട്ട് ടൈപ്പ് റൈറ്റർ മാർക്കറ്റിൽ ഇറക്കിയത്. അത് 1874. അത് ആ ഒരു ടൈപ്പ് റൈറ്റർ പിന്നീട് എന്തായിട്ട് മാറി, റെമിംഗ്ടൺ എന്നുള്ള പേരിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ടൈപ്പ് റൈറ്റർ വാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1870. അപ്പം 1870 ആദ്യമായിട്ട് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് റൈറ്റർ വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അതായത് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി മില്ലാണ്. അത് 1714. ഇദ്ദേഹത്തിന് ശേഷം പിന്നെയും ടൈപ്പ് റൈറ്ററുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ടൈപ്പ് റൈറ്റർ എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പം ഇതിൽ ക്രിസ്റ്റഫർ ലാതം ഷോൾസ്, സാമുവൽ ഡബ്ല്യു സോള്, കാർലോസ് എസ് ഗ്ലിഡൻ എന്നിവരാണ് അടുത്തായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ടൈപ്പ് റൈറ്റർ പേറ്റന്റ് എടുത്തത് ഹെൻറി മില്ലാണെങ്കിലും അത് മാർക്കറ്റിലേക്ക് പ്ലേസ് ചെയ്തത് റെമിംഗ്ടൺ ആൻഡ് സൺസ് ആണ്. അത് 1874. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പ് റൈറ്ററിനെ ഈ ഒരു മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് റെമിംഗ്ടൺ എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത് 1870. ഓക്കെ, 1714, 1874, 1870 3 വർഷങ്ങളാണ് ഓർക്കാനുള്ളത്. ആദ്യമായിട്ട് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ച വർഷം 1714. പിന്നെ റെമിംഗ്ടൺ ആൻഡ് സൺസ് ആണ് ആദ്യമായിട്ട് ടൈപ്പ് റൈറ്റർ മാർക്കറ്റിൽ ഇറക്കിയത്. അത് 1874. പിന്നെ ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ടൈപ്പ് റൈറ്റർ 1870. ഓക്കെ, അത് തന്നെയാണ് അടുത്ത പോയിന്റ്. അത് തന്നെയാണ് പറയുന്നത്. മാർക്ക് ട്വെയിൻ പർച്ചേസ്ഡ് എ റെമിംഗ്ടൺ ആൻഡ് ബിക്കെയിം ദ ഫസ്റ്റ് ഓതർ ടു സബ്മിറ്റ് എ ടൈപ്പ് റൈറ്റർ ബുക്ക് മാനുസ്ക്രിപ്റ്റ്. അതായത് ഈ ടൈപ്പ് റൈറ്റർ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തത് മാർക്ക് ട്വെയിൻ ആണ്. അദ്ദേഹം ഈ ഒരു ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചിട്ട് ആദ്യത്തെ ടൈപ്പ് റൈറ്റർ ബുക്ക് മാനുസ്ക്രിപ്റ്റ് പബ്ലിഷ് ചെയ്തു. ഓക്കെ, പിന്നെ ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ് റൈറ്റർ വിച്ച് ബിഗാൻ പ്രൊഡക്ഷൻ ഇൻ ലേറ്റ് 1873 ആൻഡ് അപ്പിയർഡ് ഓൺ ദ അമേരിക്കൻ മാർക്കറ്റ് ഇൻ 1874. ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ് റൈറ്റർ പ്രൊഡക്ഷൻ തുടങ്ങിയത് 1874 എങ്കിലും അമേരിക്കൻ മാർക്കറ്റിലേക്ക് വന്നത് 1874. ഓക്കെ, അപ്പം ഫസ്റ്റ് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ടൈപ്പ് റൈറ്റർ 1870. മാർക്ക് ട്വെയിൻ ആണ് ആദ്യത്തെ റെമിംഗ്ടൺ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുകയും അതുപോലെ തന്നെ ആദ്യമായിട്ട് ടൈപ്പ് റൈറ്റർ ബുക്ക് മാനുസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത ആദ്യത്തെ ഓതർ എന്നുള്ള പേര് നേടുകയും ചെയ്തു. ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ് റൈറ്റർ പ്രൊഡക്ഷൻ തുടങ്ങിയത് 1873. അത് അമേരിക്കൻ മാർക്കറ്റിൽ വന്നത് 1874. ഓക്കെ,
കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഷോൾസ് പേറ്റന്റ് എടുത്തത് 1867-68 സോൾഡ് പേറ്റന്റ് ടു റെമിംഗ്ടൺ ആംസ് കമ്പനി. അപ്പോൾ ഈ ഷോൾസ് പേറ്റന്റ് എടുത്തതിന് ശേഷം റെമിംഗ്ടൺ ആംസ് കമ്പനിക്ക് ഈ പേറ്റന്റ് വിറ്റു. ഓക്കെ, മെഷീൻ ബീയിങ് മാർക്കറ്റഡ് ആസ് റെമിംഗ്ടൺ ടൈപ്പ്റൈറ്റർ. അപ്പോൾ ഈ ഷോൾസ് പേറ്റന്റ് റെമിംഗ്ടൺ ആംസ് കമ്പനിക്ക് കൊടുത്തു. ആ മെഷീന് റെമിംഗ്ടൺ ടൈപ്പ്റൈറ്റർ എന്ന പേരിൽ മാർക്കറ്റ് ചെയ്യാനും തുടങ്ങി. 1876 ടൈപ്പ്റൈറ്റർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1962 ഇന്ത്യ ഗവൺമെൻറ് ദേവനാഗരി സ്റ്റാൻഡേർഡ് ടൈപ്പ്റൈറ്റർ അംഗീകരിച്ചു. അപ്പോൾ ഈ ദേവനാഗരി സ്റ്റാൻഡേർഡ് ടൈപ്പ്റൈറ്ററിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. 46 കീസാണുള്ളത്. 92 ക്യാരക്ടേഴ്സും സിമ്പിൾസും ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഷോൾസ് പേറ്റന്റ് എടുത്തത് 1867-68 കാലഘട്ടങ്ങളിലാണ്. ആ പേറ്റന്റ് റെമിംഗ്ടൺ ആംസ് കമ്പനിക്ക് വിറ്റു. അപ്പോൾ അതിനുശേഷം ഈ റെമിംഗ്ടൺ ടൈപ്പ്റൈറ്റർ എന്ന പേരിലാണ് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ത്യയിൽ ടൈപ്പ്റൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് 1876 ഓക്കെ, 1962 ഇന്ത്യ ഗവൺമെൻറ് ദേവനാഗരി സ്റ്റാൻഡേർഡ് ടൈപ്പ്റൈറ്റർ അംഗീകരിച്ചു. അതിന് 46 കീസാണുള്ളത്. 92 ക്യാരക്ടേഴ്സും സിമ്പിൾസും ആണ് വരുന്നത്. ഓക്കെ, ഇനി കുറച്ച് കാലഘട്ടങ്ങൾ, അതിൻ്റെ ഒരു ടേബിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 1714 ഹെൻറി മില്ലർ പേറ്റന്റ് എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ 1575 ഫ്രാൻസിസ്കോ റാംബസെറ്റോ എന്നുള്ള ഒരു വ്യക്തി സ്ക്രിപ്റ്റുര ടാറ്റൈൽ മെഷീൻ ടു ഇംപ്രസ് ലെറ്റേഴ്സ് ഇൻ പേപ്പർ, അതായത് ഒരു പേപ്പറിൽ ഈ ഇതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ലെറ്റേഴ്സിൻ്റെ ഇംപ്രഷൻ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 1575 അതിൻ്റെ പേരാണ് സ്ക്രിപ്റ്റുര ടാറ്റൈൽ. ഓക്കെ, 1714 ഹെൻറി മില്ലർ ഫസ്റ്റ് പേറ്റന്റ് ഫോർ എ മെഷീൻ സിമിലർ ടു ടൈപ്പ്റൈറ്റർ. ഈ ടൈപ്പ്റൈറ്റർ പോലെയുള്ള ഒരു മെഷീനാണ് ഹെൻറി മില്ലർ പേറ്റന്റ് എടുത്തത്. ഇനി 1802 അഗസ്റ്റിനോ ഫെൻറ്റോണി ഡെവലപ്ഡ് എ പെർട്ടിക്കുലർ ടൈപ്പ്റൈറ്റർ ടു എനേബിൾ ഹിസ് ബ്ലൈൻഡ് സിസ്റ്റർ ടു റൈറ്റ്. അതായത് അഗസ്റ്റിനോ ഫെൻറ്റോണി എന്നുള്ള വ്യക്തി 1802 അദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള സിസ്റ്ററിന് ആ ഒരു ടൈപ്പ്റൈറ്റർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ടൈപ്പ്റൈറ്റർ ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. 1808 പെലഗ്രിനോ ടൂറി ഇൻവെൻറ്റഡ് എ ടൈപ്പ്റൈറ്റർ ആൻഡ് കാർബൺ പേപ്പേഴ്സ് ടു പ്രൊവൈഡ് ദ ഇങ്ക് ഫോർ ഹിസ് ടൈപ്പ്റൈറ്റർ. അപ്പോൾ ഈ പെലഗ്രിനോ ടൂറി ആണ് എന്ത് ചെയ്യുന്നത്, കാർബൺ പേപ്പേഴ്സ് കണ്ടുപിടിച്ചത്. കാർബൺ പേപ്പേഴ്സും അതുപോലെ തന്നെ ആ ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് ടൈപ്പ്റൈറ്ററിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് പെലഗ്രിനോ ടൂറി ആണ്. ഇൻവെൻറ്റഡ് എ ടൈപ്പ്റൈറ്റർ ആൻഡ് കാർബൺ പേപ്പേഴ്സ് ടു പ്രൊവൈഡ് ദ ഇങ്ക് ഫോർ ഹിസ് ടൈപ്പ്റൈറ്റർ. അതായത് ആ ടൈപ്പ്റൈറ്ററിന് ഇങ്ക് വരണമല്ലോ. ഇപ്പോഴുള്ള ടൈപ്പ്റൈറ്ററിൽ നമുക്കറിയാം അതിൽ ഇതുണ്ട്, റിബൺ ഉണ്ട്. റിബണിന് പകരം നമുക്ക് ഇപ്പോഴാണെങ്കിൽ നമുക്ക് റിബണിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, കാർബൺ പേപ്പർ വെച്ചിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാർബൺ പേപ്പർ ഇൻവെൻറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെലഗ്രിനോ ടൂറി ആണ്. അങ്ങനെ ചോദിച്ചാലും പെലഗ്രിനോ ടൂറി എഴുതാം. അതുപോലെ തന്നെ കാർബൺ പേപ്പേഴ്സ് ടൈപ്പ്റൈറ്ററിൽ ഉപയോഗിക്കാൻ കണ്ടുപിടിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പെലഗ്രിനോ ടൂറി ആണ്. ഇയർ 1808 ഇനി 1823 പീട്രോ കോണ്ടി ഡി സിലവെങ്ക ടാച്ചിഗ്രാഫോ അല്ലെങ്കിൽ ടാച്ചിറ്റിപ്പോ എ ന്യൂ മോഡൽ ഓഫ് ടൈപ്പ്റൈറ്റർ, ഒരു പുതിയ മോഡൽ ടൈപ്പ്റൈറ്റർ ആണ് ടാക്കിഗ്രാഫോ അല്ലെങ്കിൽ ടാച്ചി ടിപ്പോ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിട്ടുള്ളത് പിയട്ടോ കോണ്ടി ഡി സിലവെങ്ക എന്നുള്ള വ്യക്തിയാണ്. 1829 വില്യം ഓസ്റ്റിൻ ബേർഡ് ടൈപ്പോഗ്രാഫർ അല്ലെങ്കിൽ ടൈപ്പ്റൈറ്റർ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിന് ഓരോ മെഷീനും ഓരോ പേരാണ്. അപ്പോൾ ആ മെഷീൻ്റെ പേരും ആ വ്യക്തിയും വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സ്ലൈഡ് ഒന്നുകൂടി നോക്കാം. 1575 ഫ്രാൻസിസ്കോ റാംബസെറ്റോ സ്ക്രിപ്റ്റുര ടാറ്റൈൽ എന്നുള്ള മെഷീനാണ് വന്നിട്ടുള്ളത്. അത് ലെറ്റേഴ്സ്, പേപ്പറിൽ ലെറ്റേഴ്സ് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. 1714 ഹെൻറി മില്ലർ ആദ്യത്തെ പേറ്റന്റ്, അതായത് ടൈപ്പ്റൈറ്ററിന് സിമിലർ ആയിട്ടുള്ള ഒരു മെഷീന് പേറ്റന്റ് എടുത്തു. 1802 അഗസ്റ്റിനോ ഫെൻറ്റോണി, അതായത് അദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള സിസ്റ്ററിന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈപ്പ്റൈറ്റർ ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. 1808 പെലഗ്രിനോ ടൂറി കാർബൺ പേപ്പർ ഇൻവെൻറ്റ് ചെയ്തു. കാർബൺ പേപ്പർ
ഇതിൽ മെഷീനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഇൻവെൻഷൻ വന്നു. ഇനി 1823 പിയട്ടോ കോണ്ടിഡി സിലവെങ്ക ടാക്കിഗ്രാഫോ അല്ലെങ്കിൽ ടാച്ചി ടിപ്പോ ഒരു ന്യൂ മോഡൽ ഓഫ് ടൈപ്പ് റൈറ്റർ ആണ് വരുന്നത്. 1829 വില്യം ഓസ്റ്റിൻ ബർട്ട് ടൈപ്പോഗ്രാഫർ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത സ്ലൈഡ്. 1852 ജോൺ ജോൺസ് മെക്കാനിക്കൽ ടൈപ്പോഗ്രാഫർ കണ്ടുപിടിച്ചു. ഇനി 1862 ചാൾസ് തേർബർ കാലിഗ്രാഫി റൈറ്റിംഗ് മെഷീൻ. ഓക്കെ, ഇനി 1865 റവറൻ റാസ്മസ് മെയിലിംഗ് ഹാൻസൺ റൈറ്റിംഗ് ബോർഡ്. പിന്നെ 1868 ക്രിസ്റ്റഫർ ലാദം ഷോൾസും കാർലോസ് എസ് ഗ്ലിഡനും ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ് റൈറ്റർ. അതിലാണ് ക്വർട്ടി കീബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈപ്പ് റൈറ്റർ. ഇനി 1873 റെമിംഗ്ടൺ ആൻഡ് സൺസ് റെമിംഗ്ടൺ നമ്പർ 1 ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. 1878 റെമിംഗ്ടൺ ആൻഡ് സൺസ് റെമിംഗ്ടൺ നമ്പർ 2 ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. 1961 IBM സെലക്റ്റഡ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഓരോ മെഷീൻ്റെ പേരും കൊടുക്കും, അതുപോലെ തന്നെ അത് കണ്ടുപിടിച്ച ആൾക്കാരും കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും കോഡുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്നും കൂടി നോക്കാം. ഓക്കെ, ഇതൊന്നുകൂടി നോക്കാം. 1575 ഫ്രാൻസിസ്കോ റാംബസെറ്റോ സ്ക്രിറ്റുര ടാറ്റയിൽ. 1714 ഹെൻറി മിൽ ടൈപ്പ് റൈറ്ററിന് സിമിലർ ആയിട്ടുള്ളൊരു മെഷീനാണ് പാറ്റൻ്റ് എടുത്തത്. 1802 അഗസ്റ്റിനോ ഫൻറ്റോണി ഒരു അദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള സിസ്റ്ററിന് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. 1808 പെലഗ്രിനോ ടൂറി കാർബൺ പേപ്പേഴ്സ് ഇൻവെൻറ്റ് ചെയ്തു. ഇനി 1823 പിയട്ടോ കോണ്ടിഡി സിലവെങ്ക ഓക്കെ ടാക്കിഗ്രാഫോ അല്ലെങ്കിൽ ടാച്ചി ടിപ്പോ എന്ന് പറയുന്ന ഒരു ന്യൂ മോഡൽ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. 1873 വില്യം ഓസ്റ്റിൻ ബർട്ട് ടൈപ്പോഗ്രാഫർ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. ജോൺ ജോൺസ് 1857 മെക്കാനിക്കൽ ടൈപ്പോഗ്രാഫർ. 1862 ചാൾസ് തേർബർ കാലിഗ്രാഫി റൈറ്റിംഗ് മെഷീൻ. ഇനി 1865 റവർ റാസ്മസ് മെയിലിംഗ് ഹാൻസൺ റൈറ്റിംഗ് ബോർഡ്. 1868 ക്രിസ്റ്റഫർ ലാദം ഷോൾസും കാർലോസ് എസ് ഗ്ലിഡനും ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ് റൈറ്റർ ആണ് വന്നത്. അതിലാണ് ക്വർട്ടി കീബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1873 റെമിംഗ്ടൺ ആൻഡ് സൺസ് റെമിംഗ്ടൺ നമ്പർ 1 ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. 1878 റെമിംഗ്ടൺ ആൻഡ് സൺസ് റെമിംഗ്ടൺ നമ്പർ 2 ടൈപ്പ് റൈറ്റർ ആണ് വന്നത്. 1961 IBM സെലക്റ്റഡ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മെഷീൻ്റെ പേര് നിങ്ങൾക്ക് മെഷീൻ്റെ പേരും വ്യക്തികളുടെ പേരും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും വർഷങ്ങൾ മാത്രം പഠിച്ചാൽ മതി, ഇതിൽ നിന്നേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളൂ. ഓക്കെ, അടുത്തത് നോക്കാം. മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ് കണ്ടുപിടിച്ചത് NS പണ്ടാലയാണ്. മലയാളം ടൈപ്പ് റൈറ്റർ ഡെവലപ്പ് ചെയ്തത് 1935 മലയാളം ഷോർട്ട് ഹാൻഡ് അതുപോലെ തന്നെ മലയാളം ടൈപ്പ് റൈറ്റർ ഇതൊക്കെ കണ്ടുപിടിച്ചത് NS പണ്ടാലയാണ്. മലയാളം ടൈപ്പ് റൈറ്റർ ഡെവലപ്പ് ചെയ്തത് 1935 ഇനി ഫസ്റ്റ് കമ്പനി ഇൻ ഏഷ്യ ടു മാനുഫാക്ചർ എന്ന് പറയുന്നത് ഗോദ്രേജ് ആണ്. 1955 അതായത് ഏഷ്യയിലെ ആദ്യത്തെ ടൈപ്പ് റൈറ്റർ മാനുഫാക്ചർ ചെയ്ത കമ്പനി ഗോദ്രേജ് ആണ്. 1955 ഇനി ടൈപ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ എത്ര ടൈപ്പ് റൈറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എണ്ണമാണുള്ളത്. സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ, പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ. പിന്നെ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ എന്ന് പറയുമ്പോൾ കോമൺലി യൂസ്ഡ് ഫോർ ഓഫീസ് പർപ്പസ് ആണ്. ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്റർ ആണ് സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ. ഇനി പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ക്യാമ്പ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്രാ സമയത്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് റൈറ്റർ ആണ് പോർട്ടബിൾ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടുതലായിരിക്കും, നമുക്ക് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അത് സാധാരണ ഓഫീസ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ക്യാരി ഡ്യൂറിങ് ട്രാവൽ. ടൈപ്പ് റൈറ്റേഴ്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഇറ്റ്സ് മേക്ക് ആൻഡ് സീരിയൽ നമ്പർ. അതായത് ഒരു ടൈപ്പ് റൈറ്റർ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് മേക്ക് നമ്പറും സീരിയൽ നമ്പറും ഉപയോഗിച്ചിട്ടാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ്, മലയാളം ഷോർട്ട് ഹാൻഡ് ഇവ കണ്ടുപിടിച്ചത്
NS മണ്ടാലയാണ്. മലയാളം ടൈപ്പ് റൈറ്റർ ഡെവലപ്പ് ചെയ്ത വർഷം 1935. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഒരു ഏഷ്യ കമ്പനി ടൈപ്പ് റൈറ്റർ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. അത് ഗോദ്രേജ് ആണ്. 1955 വർഷം വരുന്നത്. ഇനി ടൈപ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ. എത്ര തരം ടൈപ്പ് റൈറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഉള്ളത്. സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ, പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ. സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ ഓഫീസ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ക്യാമ്പ് പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ടൈപ്പ് റൈറ്റർ ആണ് പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത്. പോർട്ടബിൾ എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ ക്യാരി ഡ്യൂറിങ് ട്രാവൽ എന്നുള്ളതാണ്. ടൈപ്പ് റൈറ്റേഴ്സ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേക്ക് നമ്പറും സീരിയൽ നമ്പറും ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ തിരിച്ചറിയാം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഇയർ ടൈപ്പ് റൈറ്റർ വാസ് ഇൻവെൻറ്റഡ്. അതിൽ 4 ഓപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഇതിപ്പോൾ കറക്റ്റ് അതേ ഓർഡറിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചിലപ്പോൾ ചില സമയത്ത് ABCD എന്നുള്ളത് എന്ത് ചെയ്യും, തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അത് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ആൻസർ അറിയാമെങ്കിലും നമ്മൾ കുറച്ച് തിരക്ക് കാണിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേതാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. 1714 ടൈപ്പ് റൈറ്റർ ഇൻവെൻറ്റ് ചെയ്തത്. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ C ആണ്, 3 ഓൺലി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ. അപ്പോൾ ഇതിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് 2 ടൈപ്പ് ടൈപ്പ് റൈറ്റേഴ്സ്? ആൻസർ ഓപ്ഷൻ C ആണ്, പോർട്ടബിൾ ആൻഡ് സ്റ്റാൻഡേർഡ്. പോർട്ടബിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആണ് 2 ടൈപ്പ് ടൈപ്പ് റൈറ്റർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ആദ്യം മുതലൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. 1714 ഹെൻറി മില്ല് പേറ്റന്റ് എടുത്തു. അതിനുശേഷം പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. 1874 റെമിങ്ടൺ ആൻഡ് സൺസ് ആദ്യത്തെ ടൈപ്പ് റൈറ്റർ മാർക്കറ്റിൽ വന്നു. പിന്നീട് അതിൻ്റെ പേര് റെമിങ്ടൺ എന്നായി മാറി. പിന്നെ കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ടൈപ്പ് റൈറ്റർ പ്രൊഡ്യൂസ് ചെയ്തത് 1870 പിന്നെ അതുപോലെ തന്നെ മാർട്ടിന് ആദ്യത്തെ റെമിങ്ടൺ പർച്ചേസ് ചെയ്യുകയും ആദ്യത്തെ ടൈപ്പ് റൈറ്റർ ബുക്ക് മാനുസ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഷോൾസ് ആൻഡ് ഗിൽഡൻ ടൈപ്പ് റൈറ്റർ പ്രൊഡക്ഷൻ ആരംഭിച്ചത് 1873 ലാസ്റ്റിലാണ്. അത് അമേരിക്കൻ മാർക്കറ്റിൽ വന്നത് 1874. ഓക്കെ, ഷോൾസ് 1867-68 കാലഘട്ടത്തിലാണ് പാറ്റന്റ് എടുത്തത്. പിന്നീട് അത് റെമിങ്ടൺ ആംസ് കമ്പനിക്ക് അത് വിറ്റു. ആ ഒരു പാറ്റന്റ് വിറ്റിട്ടുണ്ട്. അതായത് പിന്നീട് ഈ മെഷീന് റെമിങ്ടൺ ടൈപ്പ് റൈറ്റർ എന്ന പേരിലാണ് വന്നത്. 1876 ഇന്ത്യയിൽ ടൈപ്പ് റൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1962 ഇന്ത്യ ഗവൺമെൻറ് ദേവനാഗരി സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ അപ്രൂവ് ചെയ്തു. 46 കീസാണുള്ളത്, 92 ക്യാരക്ടേഴ്സും സിമ്പിൾസും ആണുള്ളത്. പിന്നെ 1875 ഫ്രാൻസിസ്കോ റാംബസെറ്റോ സ്ക്രിപ്റ്റുര ഡാറ്റെ. ഹെൻറി മില്ല് 1714 ആദ്യത്തെ ടൈപ്പ് റൈറ്റർ ടൈപ്പ് മെഷീന് പാറ്റന്റ് എടുത്തു. 1802 അഗസ്റ്റിനോ ഫന്റോണി, അതായത് അദ്ദേഹത്തിന് ബ്ലൈൻഡ് സിസ്റ്ററിന് ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. 1808 പെലഗ്രിനോ ടൂറി കാർബൺ പേപ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1823 പീട്ടോ കോണ്ടിറ്റി സിലവെങ്ക ടാച്ചിഗ്രാഫോ അല്ലെങ്കിൽ ടാച്ചി ടിപ്പോ കണ്ടുപിടിച്ചു. 1829 വില്യം ഓസ്റ്റിൻ ബേർഡ് ടൈപ്പോഗ്രാഫർ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർ. 1852 ജോൺ ജോൺസ് മെക്കാനിക്കൽ ടൈപ്പോഗ്രാഫർ. 1862 ചാൾസ് തേബ് കാലിഗ്രാഫി റൈറ്റിംഗ് മെഷീൻ. 1865 റവറൻ റാസ്മസ് മെയ്ലിംഗ് ഹാൻസൺ റൈറ്റിംഗ് ബോർഡ്. 1868 ക്രിസ്റ്റഫർ ലാതം ഷോൾസ് കാർലോസ് എസ് ഗ്ലിഡൻ ഷോൾസ് ആൻഡ് ഗ്ലിഡൻ ടൈപ്പ് റൈറ്റർ ക്വർട്ടി കീബോർഡ് കണ്ടുപിടിച്ചു. അതിലാണ് ക്വർട്ടി കീബോർഡ് വന്നത്. 1873 റെമിങ്ടൺ നമ്പർ 1 ടൈപ്പ് റൈറ്ററും 1878 റെമിങ്ടൺ നമ്പർ 2 ടൈപ്പ് റൈറ്ററും വന്നു. 1961 IBM സെലക്ടഡ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചു. ഇനി മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡ് മലയാളം ഷോർട്ട് ഹാൻഡ് കണ്ടുപിടിച്ചത് NS പണ്ടാലയാണ്. മലയാളം ടൈപ്പ് റൈറ്റർ ഡെവലപ്പ് ചെയ്തത് 1935. ആദ്യത്തെ
കമ്പനി ഏഷ്യയിൽ ടൈപ്പ് മാനുഫാക്ചർ ചെയ്തത് ഗോദ്രേജ് ആണ് 1955. 2 ടൈപ്പ് ടൈപ്പ് റൈറ്റർ ആണ്, സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്ററും പോർട്ടബിൾ ടൈപ്പ് റൈറ്ററും. ഓഫീസ് പർപ്പസിന് ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡും, പിന്നെ ക്യാമ്പ് പർപ്പസിന് ട്രാവൽ ചെയ്യുമ്പോഴും കൊണ്ട് നടക്കുന്നത് പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ ആണ്. ഇനി ടൈപ്പ് റൈറ്റർ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേക്ക് നമ്പറും സീരിയൽ നമ്പറും ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ 2 ക്വസ്റ്റ്യന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ടോപ്പിക്കുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.